നമസ്കാരം. എത്രയധികം പുട്ടിനെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. റവപ്പുട്ട്, ഇറച്ചിപ്പുട്ട്, മാമ്പഴപ്പുട്ട്, റാഗിപ്പുട്ട്, പുട്ട് ബിരിയാണി, അങ്ങനെ എത്രയേറെ പുട്ടുകൾ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് പഴം വെച്ചൊരു പുട്ടാണ്. അതിനായി ഞാനിവിടെ 1 കപ്പ് പുട്ടുപൊടിയാണ് എടുത്തേക്കുന്നത്. 1 ടീസ്പൂൺ ഉപ്പ് 1 കപ്പ് ചൂടുവെള്ളത്തിൽ ചേർത്ത് ഇളക്കി കൊടുക്കുക. നമ്മൾ ഏത് ബ്രാൻഡിന്റെ പുട്ടുപൊടിയാണോ ഉപയോഗിക്കുന്നത് അതിനനുസരിച്ച് വെള്ളത്തിന്റെ അളവിൽ വ്യത്യാസം വരും. അപ്പം അത് ശ്രദ്ധിച്ചതിന് ശേഷം വെള്ളം ചേർത്ത് കൊടുക്കുക. ഇനി ഞാൻ ഈ 1 കപ്പ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ പുട്ടുപൊടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ അനുവദിക്കുക. ഇവിടെ ഞാൻ ഏത്തപ്പഴമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 1 ഏത്തപ്പഴം എടുത്ത് അത് തൊലി കളഞ്ഞതിന് ശേഷം ചെറുതായി മുറിച്ചു കൊടുക്കുന്നുണ്ട്. ഏത്തപ്പഴം ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. 1 ഏത്തപ്പഴം ഉപയോഗിച്ച് 4 പുട്ടിനുള്ള ഫില്ലിംഗ് ആണ് തയ്യാറാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇതിലേക്ക് ഇനി ഞാൻ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്, 1 ടേബിൾ സ്പൂൺ നെയ്യ്, 3 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത്, ഇവയെല്ലാം ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. ഇനി ഇത് മാറ്റി വെക്കുക. ഈ സമയം കൊണ്ട് നമുക്ക് ഒരു കുക്കറിനകത്ത് വെള്ളം തിളപ്പിക്കാൻ വെക്കാം. വെള്ളം തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ കുക്കർ അടച്ചു വെക്കുക. ഇനി ആവി വരാൻ വെയിറ്റ് ചെയ്യുക. 20 മിനിറ്റിന് ശേഷം ഞാനിവിടെ പുട്ടുപൊടി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതിലുള്ള കട്ടകളെല്ലാം നന്നായി ഉടച്ചു കൊടുക്കുക. ഇനി നമുക്ക് പുട്ടുണ്ടാക്കാൻ തുടങ്ങാം. ഇവിടെ ഞാൻ ചിരട്ടപ്പുട്ട് മേക്കറാണ് എടുത്തേക്കുന്നത്. അപ്പം അതിലേക്ക് ചില്ലി വെച്ചതിന് ശേഷം കുറച്ച് തേങ്ങ ചിരകിയത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഈ പഴം മിക്സ് ചേർത്ത് കൊടുക്കുക. 1-2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി അതിലേക്ക് കുറച്ച് പുട്ടുപൊടി കൂടെ ചേർത്ത് ഞാൻ മുകളിൽ കുറച്ച് അമർത്തി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അടച്ചു കൊടുക്കുക. ഇനി കുക്കറിൽ നിന്ന് ആവി വരാൻ തുടങ്ങുമ്പോൾ നമ്മുടെ പുട്ട് മേക്കർ ഇതിന്റെ മുകളിൽ വെച്ച് പുട്ട് വേകുന്നിടം വരെ വെയിറ്റ് ചെയ്യുക. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പുട്ട് കുറച്ചും കൂടെ ടേസ്റ്റിൽ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ്. അപ്പം അതിനുവേണ്ടി നമ്മൾ എടുത്തു വെച്ച പുട്ടുപൊടിയിലേക്ക് 1 പിടി തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇങ്ങനെ തേങ്ങ ചിരകിയത് പുട്ടുപൊടിയിലേക്ക് ചേർത്ത് കൊടുത്താൽ നമ്മുടെ പുട്ടിന് കുറച്ചും കൂടെ സ്വാദ് കൂടും. അപ്പോൾ ഇപ്പം നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ പുട്ട് മേക്കറിലൂടെ ആവി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ആദ്യത്തെ പുട്ട് ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതേപോലെ തന്നെ ഞാൻ അടുത്ത പുട്ടും തയ്യാറാക്കി എടുക്കുന്നുണ്ട്. അതിനായി പുട്ടുമേക്കറിൽ ചില്ലി വെച്ചതിന് ശേഷം തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുത്തു. അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ബനാന ഫില്ലിംഗ് ചേർത്ത് കൊടുത്തു. ഇനി അല്പം അരിപ്പൊടി കൂടെ ചേർത്ത് അതിന്റെ മുകളിൽ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി അടച്ചു വെച്ചതിന് ശേഷം വേവിച്ചെടുക്കുക. ഇവിടെ ഞാൻ രണ്ടാമത്തെ പുട്ടും തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി പുട്ടുണ്ടാക്കുമ്പോൾ ഇങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. തയ്യാറാക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് സെൻഡ് ചെയ്യുക. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.